ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനിയനെ ഒഴിവാക്കി നന്ദുവിൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കായിരുന്നു നവീൻ. അങ്ങനെ നവീനെ പറ്റിയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് കിട്ടിയത് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ അനിയനെ കാത്ത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വെയിറ്റർ വന്ന് ചോദിക്കേണ്ട, മാഡം ഫുഡ് എടുക്കട്ടെ, അനി സാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വേണ്ട അവനും കൂടി വന്നോട്ടെ എന്ന് നന്ദു പറയണം. ആ സമയത്ത് അനി വേഗം തന്നെ ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ലിഫ്റ്റിലേക്ക് കയറിയതും സ്ട്രക്ക് ആണ് ലിഫ്റ്റ്. പിന്നീട് വർക്ക് ആവുന്നില്ല. ലിഫ്റ്റിലേക്ക് കയറിയ അനിയുടെ ഫോൺ ആണെങ്കിൽ പരിധിക്ക് പുറത്തു ആവാണ്. അനി കുറേ പ്രാവശ്യം നന്ദുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, താൻ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ കാര്യം പറയാനായിട്ട്. പക്ഷെ നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. കാരണം അനിയൻ്റെ ഫോണിൽ പരിധിക്ക് പുറത്ത്, അതായത് റേഞ്ച് ഒന്നും തന്നെ കിട്ടുന്നില്ല, സിഗ്നലും കിട്ടുന്നില്ല. നന്ദു ആണെന്നുണ്ടെങ്കിൽ ശരി അവൻ എന്താണോ പറ്റിയത്, ഇവിടെ എത്താൻ പോവാണെന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നവീൻ തൻ്റെ രണ്ട് കക്ഷികളായിട്ട് വരുന്നത് കേട്ടോ. അവരുടെ കേസ് ജയിച്ചതിൻ്റെ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നവീനെ കൊണ്ടുവരുന്നത്. നവീൻ നന്ദുവിനെ കാണുമ്പോഴേക്കും ഹായ് നന്ദു എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് കക്ഷികളെയും അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. നിങ്ങളുടെ ട്രീറ്റ് വേറൊരു ദിവസം ഞാൻ കഴിക്കാം. ഇതേ എൻ്റെ ഫ്രണ്ടാണ് നന്ദു. ആ അറിയാം സർ, എസ് എ അല്ലേ? ആ അതെ അതെ. ആ അതുകൊണ്ട് ഇന്ന് ഇവരുടെ വകയായിരിക്കോട്ടെ ട്രീറ്റ്. നിങ്ങൾ എന്താ വേറൊരു ദിവസം ഞാൻ വിളിക്കാം, അപ്പം ട്രീറ്റ് തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. നന്ദുവിൻ്റെ അടുത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, നന്ദു വാട്ട് എ സർപ്രൈസ്, താൻ എന്താണ് ഇവിടെ? അത് ഇന്ന് അനിയുടെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. അവനിന്ന് വലിയൊരു ഡീലാണല്ലോ ഉറപ്പിച്ചത്. ഓ, അനി തന്നെ മാത്രം വിളിച്ചുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അവൻ എന്നെ വിളിക്കേണ്ടതായിരുന്നു, അവൻ എന്നെ വിളിച്ചു പോലുമില്ല. അയ്യോ നവീനേട്ടാ, ഇത് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചതാ ട്രീറ്റ്, അതുകൊണ്ടാ. എന്തെങ്കിലും ആവട്ടെ. അല്ല അവൻ ഇതുവരെ വന്നില്ലേ? അല്ല അവൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞതാ, പക്ഷെ ഇതുവരെ വന്നില്ല. കൊള്ളാം, അവന്റെ സ്വഭാവം ഈ ഇടയായിട്ട് നല്ല രീതിയിൽ തന്നെ മാറുന്നുണ്ട് കേട്ടോ. നവീനേട്ടന് അനിയടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് നന്ദു ചോദിക്കുകയാണ്. അത് കേട്ട് നവീൻ പറയുന്നുണ്ട്, എനിക്കെന്തിനാ അവനോട് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. അവന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. അവനിപ്പോ പഴയ പോലെ ഒന്നല്ല. ഇപ്പൊ മൂർത്തിസ് ജ്വല്ലറിന്റെ ഓൾ ഇൻ ഓൾ അല്ലേ അവൻ, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് നന്ദു പറയണ്ടേ, അതൊന്നുമല്ല. അത് പറയുമ്പോ എന്നാ തന്നെ മാത്രം വിളിച്ച് ട്രീറ്റ് തരേണ്ട കാര്യം ഉണ്ടായില്ല. എന്നെയും നയനേച്ചിനെയും ആദർശേട്ടനെയൊക്കെ വിളിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ പറഞ്ഞില്ല നവീനേട്ടാ, എനിക്ക് ഒരു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. അവന് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോഴേക്കും അവിടെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ അവിടേക്ക് വരുവാട്ടോ. പിന്നീട് വേറൊരു നിവൃത്തിയില്ലാണ്ട് നന്ദു നവീനും ആ ഫുഡെല്ലാം കഴിക്കുകയാണ്. ശേഷം നന്ദു പറയണ്ട്, നവീനേട്ടാ എന്തിനാ പോയിക്കോട്ടെ, വീട്ടിൽ അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. നവീനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കേണ്ടത്, എടാ നീ നന്ദു എൻ്റെ പെണ്ണ് തന്നെയാടാ, അവളെ എനിക്കുള്ളതാ. അതുകൊണ്ടാ നീ കറക്റ്റ് സമയത്ത് ഇവിടെ എത്താതിരുന്നതും നന്ദുവിൻ്റെ കൂടെ ആ ഒരു ഡിന്നർ ഞാൻ കഴിച്ചതും. നീ നോക്കിക്കോടാ, ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ജീവിതത്തിൽ ഞാൻ നിന്നെ തട്ടിത്തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നവീൻ സന്തോഷത്തോടു കൂടി തന്നെ നവീനും വീട്ടിലേക്ക് പോവാണ്. ശേഷം അനി നിന്നിരുന്ന ആ ഒരു ലിഫ്റ്റ് അവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ശരിയാക്കുന്നുണ്ട്. അനിയാണെങ്കിൽ അവരെ കുറെ വഴക്കം പറഞ്ഞ് നേരെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ നന്ദുവില്ല, നന്ദുവിൻ്റെ ഒരു പൊടി പോലും ഇല്ല. അത് കണ്ട അവിടുത്തെ മാനേജർ വന്ന് പറയുന്നുണ്ട്, സർ മാഡം ഇപ്പൊ പോയേ ഉള്ളൂ, താനൊക്കെ എന്ത് മാനേജറാണോ, ഈ വലിയൊരു ഹോട്ടലാന്ന് പറഞ്ഞിട്ട് കയറിയതാണ്, ലിഫ്റ്റും വർക്ക് ആവുന്നില്ല, ഞാനാളി സ്ട്രക്കായി പോയി, സോറി സർ, എന്തോന്ന് സോറി, ഒന്ന് മാറടോ എന്ന് പറഞ്ഞിട്ട് അനി ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പൊ ഇനി കാണിക്കാൻ പോണത് നവീന്റെ വേറൊരു മുഖമാട്ടോ. നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്ന് അത്രയൊക്കെ സംഭവം ഉണ്ടായി, ഞാൻ ആ നന്ദുവിന്റെ മുമ്പിൽ അനീനെ പല രീതിയിലും കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അവൾ അങ്ങോട്ടും അങ്ങോട്ടും പൂർണ്ണമായിട്ടും അവന് വിശ്വസിക്കുന്നില്ലല്ലോ. അവന് ഭയങ്കര വിശ്വാസം അവൾക്ക്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് അതിൽ ചെറിയൊരു തരിമ്പ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അവൾ എങ്ങനെയെങ്കിലും അനിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രണ്ടും രണ്ടാക്കിയേ പറ്റൂ. അതെ, അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ എനിക്ക് നന്ദുവിനെ കിട്ടുള്ളൂ. അല്ലെങ്കിലും അനി എന്തിനാ നന്ദുവിനെ ആഗ്രഹിക്കുന്നത്? അതിനെന്ത് യോഗ്യത അവനുള്ളത്? എന്തൊക്കെ വീട്ടുകാരുടെ നിർബന്ധത്തിനാണെങ്കിലും നാട്ടുകാരുടെ നിർബന്ധത്തിനാണെങ്കിലും അവൻ അനാമികയുടെ കഴുത്തിൽ വിവാഹം കഴിച്ചല്ലേ. ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. എങ്കിൽ പോലും ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച ആള് സെക്കൻഡ് മാരേജ് തന്നെയല്ലേ. അതുകൊണ്ട് അവൻ എന്ത് യോഗ്യതയുള്ളത് നന്ദുവിന് ഒന്ന് ആലോചിക്കാനുള്ള പോലെ, അല്ലെങ്കിൽ നന്ദുവിനെ ഓർക്കാനുള്ള പോലെ യോഗ്യത അവനില്ല. വൃത്തികെട്ടവൻ. അവൻ എങ്ങനെയെങ്കിലും നന്ദുവിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ. നന്ദു വിശ്വസിക്കുന്ന തരത്തിലേക്ക് അവൻ എങ്ങനെയെങ്കിലും അതം പതിച്ചേ പറ്റൂ. അതിപ്പോ എന്താ ചെയ്യാം?
അവനെ എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഒന്ന് പെടുത്തണമല്ലോ. അവനെ ചതിയിലാണെങ്കിൽ വീഴ്ത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ തനിക്ക് നന്ദുവിനെ കിട്ടത്തുള്ളൂ. ഇന്ന് പോലും നന്ദുവിന് മുമ്പിൽ അനീനെ കുറ്റപ്പെടുത്താൻ നോക്കിയപ്പോൾ അവൾ ഒരു തരത്തിൽ പോലും അനീനെ കുറ്റപ്പെടുത്തുന്നേയില്ല. അപ്പോഴും അവളുടെ കണ്ണിൽ അവനുള്ള പ്രണയം മാത്രമായിരുന്നു. ആ പ്രണയം ഈ നവീൻ മാറ്റിക്കോളാം എന്നൊക്കെ വിചാരിക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അനി നവീനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇന്നലെ ലിഫ്റ്റ് കുടുങ്ങിപ്പോയത് കൊണ്ടിട്ടാണ്, നീ ഒന്ന് നന്ദുവിനെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. സോറിടാ, എനിക്ക് നന്ദുവിനെ ആ കാര്യത്തെ വിളിക്കാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. ഈ കാര്യം പറഞ്ഞ് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്നോട് കൂടി പിണങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയനെ കൈ ഒഴിഞ്ഞു വിടുവാണ് നവീൻ കേട്ടോ. അനി കുറെ പ്രാവശ്യം നന്ദുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ എടുക്കുന്നില്ല. അനി നന്ദുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അനിയനെ കാണാൻ വേണ്ടി പോലും നന്ദു കൂട്ടാക്കുന്നില്ല. അനിയന്റെ മുമ്പിൽ നന്ദു പറയുന്നുണ്ട്, ദേ നീ പഴയ പോലെ ഒന്നുമല്ല, നിന്റെ സ്വഭാവം ആകെ മാറി. മൂർത്തീസ് ജ്വല്ലറി നിനക്ക് കിട്ടിയപ്പോഴേക്കേ നീ ഭയങ്കര അഹങ്കാരിയായി മാറി. നിനക്കെന്താ ബാക്കി ആരെയും വിലയില്ലെന്നാണോ? ഞാൻ ആരാന്ന് നിനക്കറിയാവോ? പോലീസ് ഉദ്യോഗസ്ഥയാണ്, ഞാൻ ഇവിടുത്തെ SI ആണ്. എന്നിട്ട് പോലും എന്നെ എത്ര നേരം നീ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? 1.5 മണിക്കൂറാണ്. അത് പോട്ടെന്ന് വെക്കാം. കുറേ പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു, നീ ഫോൺ എടുത്തില്ല. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് പോലും നീ എന്നെ കാണാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. വേണ്ടടാ, നീ ഒന്നും മിണ്ടണ്ട. നവീനേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. നവീനോ? നവീൻ എന്ത് പറഞ്ഞു? നിന്റെ സ്വഭാവം ആകെ മാറുന്നുണ്ടെന്ന്. ഓഹോ, അപ്പൊ അവൻ അതിനിടക്ക് എന്നെ കുത്താനും നോക്കിയല്ലേ? കുത്താനൊന്നല്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പിണങ്ങി പോവാണ്. ആ സമയത്ത് നവീനാണെങ്കിൽ വിചാരിക്കുകയാണ്, ഏത് പെണ്ണാണെങ്കിലും, ഇപ്പൊ നന്ദു ആണെങ്കിലും അവളൊരു പെണ്ണ് തന്നെയല്ലേ, SC എന്ന് പറഞ്ഞാലും. ഏത് പെണ്ണാണെങ്കിലും സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ പോയാലോ, വേറൊരു പെണ്ണിന് കുറച്ച് അമിത സ്വാതന്ത്ര്യം തന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് കണ്ടാലോ എന്തായാലും തെറ്റിദ്ധരിക്കും. അവരോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരത്തേയുള്ളൂ. നന്ദും എന്തൊക്കെ പറഞ്ഞാലും ഒരു സാധാരണ പെണ്ണ് തന്നെയല്ലേ. അതുകൊണ്ട് അനീന എന്തെങ്കിലും ഒരു പ്രണയത്തിൽ കുടുക്കിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നന്ദുവിന് തനിക്ക് കിട്ടുള്ളൂ. ആ ഒരു തെറ്റിദ്ധാരണ നന്ദുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളർത്തണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ആ, അവരുടെ ജ്വല്ലറി തന്നെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് അവന് വലയിൽ വീഴ്ത്താൻ വേണ്ടി പറയാം. എന്നിട്ട് അവൻ വലയിൽ വീണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ തമ്മിലുള്ള കുറച്ച് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദുവിനെ കാണിക്കണം. അതെ, അത് തന്നെയുള്ളൂ ഇനി അടുത്ത മാർഗം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ ആലോചിക്കുകയാണ്. അവരുടെ ജ്വല്ലറിയിൽ ഇപ്പം ഏതാ അങ്ങനത്തെ ഒരു പെണ്ണ്, അവൾക്ക് അവനെ പറ്റിയ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ആ, ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അവന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വലയിൽ വീഴ്ത്തുകയും ചെയ്യാം എന്നൊക്കെ വിചാരിക്കുകയാണ് നവീൻ. നവീൻ അതിൽ വിജയിക്കുന്നുണ്ട്. അവരുടെ ഒരു സ്റ്റാഫിനെ തന്നെ നവീൻ നമ്മുടെ അനി പ്രണയത്തിൽ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞ് കച്ച കെട്ടി വിടുവാണ്. അങ്ങനെ അനിയാണെങ്കിൽ പ്രണയത്തിൽ വീഴുന്ന ടൈപ്പൊന്നും അല്ല. എങ്കിൽ പോലും അനി ആ പെണ്ണോട് സംസാരിക്കുന്നതും ആ പെണ്ണായിട്ട് പുറത്ത് ചുറ്റിക്കറങ്ങണതും ഒന്നും തന്നെ നമ്മുടെ നന്ദുവിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. ആ പെണ്ണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരേ ട്രാപ്പായിട്ട് പെടുത്തുവാണ്. അതൊക്കെ നവീൻ കറക്റ്റായിട്ട് നന്ദുവിൻ്റെ കണ്ണുകളിൽ എത്തിക്കുന്നുമുണ്ട്. എന്തായാലും നമ്മുടെ നന്ദു അനിയും കൂടി രണ്ടും രണ്ട് വഴിക്കാവാൻ വേണ്ടി പോകാണ്. ആ ഒരു ഗ്യാപ്പിലാണ് നവീൻ നന്ദുവിനെ വിവാഹം ആലോചിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതാകുമ്പോഴേക്കും കനകയൊക്കെ സമ്മതിക്കുകയും ചെയ്യുമല്ലോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഫ്രണ്ട്സ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.